ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപ്പുള്ളിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പി 2:16 നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മറ്റെന്തിനെയോ മുറുകെ പിടിച്ചിരിക്കുന്നു കൊണ്ടല്ലേ ഇത് പറയുവാൻ കാരണം. ഞാൻ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ എന്നോട് ഒരിക്കൽ പോലും ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഇനി ഞാനാണ് ചിന്തിക്കേണ്ടത്, ഞാൻ എന്തിനെല്ലാമാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ചില വസ്തുക്കളെയാകാം, വ്യക്തികളെയാകാം, സാഹചര്യങ്ങളെയാകാം, ലോകത്തിൻ്റെ വിവിധ തലങ്ങളെയാകാം. ഇതൊന്നും നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുകയില്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വചനത്തെ മുറുകെ പിടിച്ചാൽ എന്താണ് കിട്ടുക? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കരിക്കട്ട തീക്കട്ടയോട് ചേർത്ത് വെച്ച് ഊതിയാൽ കുറച്ച് കഴിയുമ്പോൾ കരിക്കട്ടയില്ല, രണ്ടും തീക്കട്ടയാണ്. ഒരേ സ്വഭാവം, ഒരേ കത്തലാണ്, ഒരേ രൂപമാണ്, ഒരേ ഭാവമാണ്. ഞാൻ വചനത്തെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. കാരണം വചനം ദൈവമാണ്. അപ്പോൾ സംഭവിക്കുന്നത്, എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം എന്നിൽ രൂപപ്പെടുകയാണ്. എന്നിൽ രൂപപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കണം, ഞാൻ എപ്പോഴെല്ലാം വചനത്തെ മുറുകെ പിടിക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവ സ്വഭാവം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വഭാവത്തിൽ ഞാൻ വളർന്നാൽ മാത്രമേ എനിക്ക് ദൈവ മനുഷ്യനായി മാറ്റപ്പെടുവാൻ കഴിയൂ. പ്രിയപ്പെട്ടവർ, ഓർക്കുക, വചനവാൻ ദൈവം നിൻ്റെ ജീവനെ എപ്പോഴും കാത്തുപാലിക്കുമെന്ന് മനസ്സിലാക്കി നീ വചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് തീരുവാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.